യഥാർത്ഥത്തിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു റിപ്പയറിംഗ് വർക്കും പോസിബിൾ അല്ല. സയന്റിഫിക്കലി നോട്ട് പോസിബിൾ. ദർ ഈസ് നോ ഫ്ലോലെസ് റിപ്പയറിംഗ് ടെക്നോളജി ആഫ്റ്റർ ഫില്ലിംഗ് വാട്ടർ ഇൻ എ ഡാം. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാല് താഴെയുള്ള ഇടുക്കി ഡാം തടഞ്ഞു നിർത്തുമെന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ആമിയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ ഒഴിക്കാന്ന് വിചാരിച്ചു. ആമയ്ക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ല. അതേസമയം കുറച്ച് ചരല് വാരി ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് ചരല് വാരി ഇട്ടിട്ട് ഒഴിച്ചാലോ ടെറിബിൾ ആയിരിക്കും അത്, അല്ലേ? അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം വെള്ളത്തിൽ കലർന്നാൽ വെള്ളത്തിന്റെ സ്ഥിതി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മുകളിൽ നിന്ന് ആൾക്കാരുടെ വിചാരം വെള്ളം ഇങ്ങനെ ഒഴുകി വരാണെന്നാണ്. അല്ല, ഒരു ബുള്ളറ്റ് കണക്കെ ഈ വലിയ കല്ലും മരവും ആനയൊക്കെ ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞാ വരുന്നത്. അത് ഇടുക്കി താങ്ങുന്ന പറയണേ. ചെറുതോണി ഇടുക്കി എന്ന് വെച്ചാൽ മൂന്ന് ഡാമിന്റെ ഒരു ഡാം കോംപ്ലക്സ് ആണ്. ഇനിയിപ്പൊ മേജർ ഡാം ഇടുക്കി ഡാം താങ്ങിയാൽ പോലും അപ്പുറത്ത് കണ ചെറുതോണി ഇപ്പുറത്ത് കണ കുളമാവും താങ്ങുമോ? കുളമാവ് വീക്കസ്റ്റ് ഡാം ആയിട്ടാണ്, അവിടെയാണ് വീക്കസ്റ്റ് ഡാം ആയിട്ടാണ് പറയപ്പെടുന്നത്. ചെറുതോണിയിലാണ് ഷട്ടർ ഉള്ളത്. അവിടെ വലിയ ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു പ്രളയകാലത്ത്. ഒരു വലിയ പ്രളയകാലത്ത് ചെറുതോണിയിലെ ഷട്ടർ ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ചു. ഒരു വലിയ മരം ഒഴുകി വന്നു. ആ മരം ഒഴുകി വന്നത് ആ ഷട്ടറേലെങ്ങാനും തടഞ്ഞിരുന്നെങ്കിൽ പൊക്കാനോ താത്താനോ പറ്റില്ല. എറണാകുളത്തിന്റെ അല്ല, കേരളത്തിന്റെ കാര്യം തീരുമാനമായാനെ. മുല്ലപ്പെരിയാർ പൊട്ടാണ്ട് തന്നെ തീരുമാനമായാനെ. നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ട് ആ മരം എന്ന് വെച്ചാൽ ഈ ഡാമിന്റെ ഒരു ചെറിയ തുറക്കലിൽ തന്നെ ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നതേ. അത് ഈ ഷട്ടർ പൊക്കുന്നിടത്ത് പോയി കാണാം, കുലുങ്ങും, ഭൂമി കുലുങ്ങുന്ന പോലെ കുലുങ്ങും. ചെറുതോണി ഡാമിന്റെ ഷട്ടർ പൊക്കിയത് തന്നെ പേടിച്ച് നിന്നിട്ടാ പൊക്കിയത്. ആ പേടിച്ച് നിന്ന് പൊക്കിയപ്പോഴാണ് മരം വന്നത്. ആ മരം കയറി ഉടക്കിയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമായത്. നമ്മുടെ ഒരു ദൈവകൃപയാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ മരത്തെ മാറ്റാനായിട്ട് ഡാമിന്റെ അതോറിറ്റീസിന് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പറ്റൂല.